ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതൊരു കുട്ടി ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതാണ് കേട്ടോ. ഇതിൻ്റെ പുതിയ ഡ്രസ്സാണ്, അതുകൊണ്ടാണ് ഇത്ര സന്തോഷം മുഖത്ത്. ഫസ്റ്റായിട്ട് ഇടുമ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇപ്പം നിങ്ങൾ എൻ്റെ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ നല്ല ഈമാനിൽ റോളൊക്കെ ചെയ്ത് ഒക്കെ ഇറങ്ങിയതേനു. പക്ഷേ പുറത്തെത്തിയപ്പോഴേക്കും നല്ലപോലെ ചൂടെടുക്കുന്നുണ്ട്, നല്ല വെയിലുണ്ട് കേട്ടോ. നമ്മൾ കറക്റ്റ് ഒരു 12:30-12:45 ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം നല്ല വെയിലുണ്ടേനു. അങ്ങനെ നമ്മൾ നേരെ വന്നിട്ട് SM ഇറങ്ങി കേട്ടോ. SM എത്തുമ്പോഴേക്കും 1:30 ടൈം ആയിട്ടുണ്ടേനു. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു ഫസ്റ്റ് ഫുഡ് കഴിക്കാമെന്നുള്ളത്. കാരണം നമ്മൾ ഫസ്റ്റ് ഷോപ്പിംഗ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മൾ എന്തായാലും നമ്മളെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോകുമ്പോഴേക്കും ഒരു 3 മണി 4 മണിയൊക്കെ ആവും. അപ്പോൾ പോയാൽ ഒന്നും നല്ലത് കിട്ടലുണ്ടാവില്ല, എല്ലാ ഫുഡും തീർന്നിട്ട് ഒക്കെ ആയിരിക്കും കിട്ടൽ. അപ്പോൾ വിചാരിച്ചു ഫ്രഷോടെ ഫുഡ് കഴിച്ചിട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങാമെന്ന്. അങ്ങനെ നമ്മൾ നേരെ പാരമൗണ്ടിലേക്കാണ് കേട്ടോ പോയത്. ഞാൻ ടൗണിൽ വന്നിട്ടുണ്ടെങ്കിൽ ലഞ്ചാണെങ്കിൽ കൂടുതലും ഈ പാരമൗണ്ടിലേക്കാണ് കേട്ടോ വരൽ. കാരണം ഇവിടുത്തെ മെയിൻ വൃത്തിയാണ്, നല്ല വൃത്തി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാനുള്ളൊരു എനർജിയും ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ വന്ന് പാരമൗണ്ടിലെത്തി. അവിടെ നമ്മൾ പൊതി ബിരിയാണി ഓർഡർ ചെയ്തു. പിന്നെ വെത്തിലേട്ട് എന്ന് പറയട്ടെ ഇതിന്. അതിൽ നെയ്ച്ചോറും പിന്നെ ചിക്കൻ പൊരിച്ചതും ബീഫ് ഫ്രൈയും ഒരു ചിക്കൻ കറി, പപ്പടം, അച്ചാർ, ചമ്മന്തി, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാവും. പിന്നെ പൊതി ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഈ പൊതി ബിരിയാണിയൊക്കെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ രണ്ടായിട്ട് ഓർഡർ ചെയ്തത്, രണ്ടാക്കും പാടി ഷെയർ ചെയ്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഞാൻ ഫസ്റ്റ് വെത്തിലേട്ട് കഴിച്ചു. ഇത് പിന്നെ ഞാൻ ഇവിടെ വന്ന ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഈ ഒരു ഇത് ഞാൻ ആദ്യമായിട്ട് പാരമൗണ്ടിൽ വരുന്നത് ചട്ടിച്ചോറ് കഴിക്കാനായിരുന്നു. അന്ന് ചട്ടിച്ചോറ് ഭയങ്കര ട്രെൻഡായിരുന്നല്ലോ. ഞാനൊരു 3-4 തവണ ചട്ടിച്ചോറ് കഴിക്കാനായിട്ട് പാരമൗണ്ട് വന്നിരിക്കുന്നു കേട്ടോ. ഒന്ന് ഇപ്പൻ്റെ ഫാമിലീൻ്റെ കൂടെ, ഉമ്മൻ്റെ ഫാമിലീൻ്റെ കൂടെ, പിന്നെ പിയാപ്പിളിൻ്റെ അവിടുന്ന്, അങ്ങനെയൊക്കെ ആയിട്ടൊരു 3-4 തവണ ചട്ടിച്ചോറ് കഴിക്കാൻ വന്നിരിക്കുന്നു. അങ്ങനെ പിന്നെ ആ ചട്ടിച്ചോറ് കഴിച്ച് അതിപ്പം മതിയായി. പിന്നെയാണ് ഞാൻ വെത്തിലേട്ട് കഴിക്കാൻ തുടങ്ങിയത്. പിന്നെ വെത്തിലേട്ടും പൊതി ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടേനു വന്നിട്ട്. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് നല്ല ദമ്മായിക്കണം കേട്ടോ. വയറൊക്കെ നല്ല ഫുള്ളായി. അങ്ങനെ മെല്ലെ നമ്മൾ ഇറങ്ങിയിട്ട് ഒരു നാരങ്ങ സോഡ കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം അതൊക്കെ ഒന്ന് എനർജി അതൊക്കെ ഒന്ന് ദഹിക്കണമല്ലോ, ഇനി കുറേ നടക്കാനുള്ളതല്ലേ. അങ്ങനെ നമ്മൾ രണ്ടാളും പാടി ഷെയർ ഇട്ടിട്ട് ഒരു നാരങ്ങ സോഡ വാങ്ങി രണ്ടാളും പാടി കുടിച്ചിട്ടോ. എന്നിട്ട് അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഷോപ്പിൽ വന്നു. അമ്മക്ക് ഡ്രസ്സ് എടുക്കാനല്ല കേട്ടോ വന്നത്. ഇത് അമ്മാനക്ക്, അതായത് എൻ്റെ ഇളയച്ചിക്ക്, ഓൾക്ക് ആരോ ഉള്ള ഫാമിലിയിൽ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ബോയിൻ്റെയും ഒരു ഗേളുടെയും ഡ്രസ്സ് എടുക്കാനുണ്ടേനു. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 2-3 ഷോപ്പിലൊക്കെ കയറി ഇറങ്ങി ഡ്രസ്സൊക്കെ എടുത്തു. ബോയിൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ കഷ്കയിലേക്ക് വിട്ടു കേട്ടോ. ഒരു ഗേളിനും കൂടി ഡ്രസ്സ് എടുക്കാനുണ്ടേനു. അങ്ങനെ നല്ല ടയേർഡായിട്ടുണ്ടേനു കേട്ടോ. ഫുഡ് കഴിച്ച് ടയേർഡായിരുന്നല്ല, ഫുഡ് കഴിച്ചിട്ട് വയറ് നല്ല ഫുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ നടക്കാനും കഴിയില്ല, നല്ല ഉറക്കവും വരുന്നുണ്ടേനു. പക്ഷേ എന്തായാലും ഇപ്പോൾ നടന്നല്ലേ പറ്റും. പക്ഷെ നമ്മൾ നേരത്തെ ഇറങ്ങണം വിചാരിച്ചതേനു കേട്ടോ. ഇസാന് സ്കൂളിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞാൽ പാടത്തിന് ഒരു 10:30 ആകുമ്പോഴേക്കും ഇറങ്ങണം എന്ന് വിചാരിച്ചതേനു. പക്ഷെ നമ്മളെ പണികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ടൈമായി. അങ്ങനെ പിന്നെ കഷ്കയെ പോയപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ അവിടെ നമ്മൾ നേരെ ടോപ്പ് മാളിലേക്ക് പോയി. കഷ്ക, ടോപ്പ് മാൾ, ഇത് രണ്ടും നമ്മൾ ആദ്യം വിചാരിച്ചത് ഇവിടെ എവിടെയെങ്കിലും പോയിട്ട് എടുക്കാമെന്ന്. പക്ഷെ ടോപ്പ് മാളിൽ എത്തിയിട്ടും സാധനം കിട്ടിയില്ല. ടോപ്പ് മാളിൽ നല്ല നല്ല സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഷർട്ട്സൊക്കെ നല്ലതുണ്ടായിരുന്നു. പക്ഷെ ആ കുട്ടീൻ്റെ സൈസിന് പറ്റിയത് ഒന്നും ഇല്ലേനു. പിന്നെ നമ്മൾ കുറേ അങ്ങനെ നോക്കി. ഈ ഷർട്ടൊക്കെ, ഇങ്ങനത്തെ ഷർട്ടൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇതൊന്നും ആ കുട്ടീൻ്റെ സൈസിന് പറ്റൂല. അങ്ങനെ പിന്നെ അവിടുന്ന് നേരെ നമ്മൾ SM തന്നെയുള്ള ആ ഒരു തലക്കൽ മെട്രോൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയിട്ടാണ് പിന്നെ ഡ്രസ്സൊക്കെ എടുത്തത്. ഇവിടുന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ 2-3 കടകളൊക്കെ കയറി ഇറങ്ങി. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കോഫി കുടിച്ചിട്ടില്ലേനു. മെട്രോൻ്റെ ഓപ്പോസിറ്റ് ഒരു കോഫി ഷോപ്പ് ഉണ്ട് കേട്ടോ. കോഫി ഷോപ്പല്ല, കോഫി പൗഡർ സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ അവിടെ ഒരു മെഷീൻ കോഫി ഉണ്ടാവും. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ മെഷീൻ കോഫി. അങ്ങനെ അതും കുടിച്ച് അവിടുന്ന് ആ കുട്ടിക്കുള്ള ഡ്രസ്സ് കൊടുത്തിട്ട് നേരെ ബസ് കയറാൻ പോകുന്നിടത്തുനിന്ന് ഒരു ഫാൻസി കയറി. എനിക്ക് ഇങ്ങനത്തെ ഒരു ബാംഗിൾ വാങ്ങാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ കുറേ ബാംഗിളൊക്കെ നോക്കി നല്ല അടിപൊളി സെലക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഫാൻസിയിൽ. പക്ഷെ അവിടുന്ന് ഞാനൊരു ഇതിൻ്റെ തന്നെ ചെറിയൊരു സൈസുള്ള ബാംഗിൾ കണ്ടു കേട്ടോ. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹെസ്സക്ക് വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ നോക്കിയതാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഒരു ബാംഗിൾ. കറക്റ്റ് ഹെസ്സൻ്റെ ഒരു സൈസിനും ഉണ്ടായിരുന്നു സാധനം.
അങ്ങനെ പിന്നെ ഈ ഗോൾഡൻ ഞാൻ ഹെസക്ക് കൊടുത്തു, പിന്നെ ഈ സിൽവർ ഞാൻ ഇസാൻക്ക് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഹെസക്ക് മാത്രം എടുത്താൽ ഇസാൻക്ക് അതൊരു സങ്കടമാവും. പിന്നെ അതുമല്ല ഇസാൻ കുറേ ആയിട്ട് സിൽവറിൻ്റെ ബ്രേസ്ലെറ്റിനും ചെയിനൊക്കെ പറയുന്നുണ്ടേനു. ആദ്യം എനിക്ക് സിൽവറിൻ്റെ ചെയിൻ ഉണ്ടേനു കേട്ടോ, പക്ഷെ എനിക്ക് ഇടാൻ ഇഷ്ടമില്ലായിട്ട് അത് ജമാൻക്ക് കൊടുത്തു. അങ്ങനെ ഓർക്ക് രണ്ടാക്കും സാധനം വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇപ്പോഴേക്കും ഇസാൻ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും. പിന്നെ ഇപ്പം വന്നിട്ട് ഓനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടേ. അങ്ങനെ ഈ മക്കളെ സോപ്പിടാൻ ഓർക്കൊരു മിഠായി വാങ്ങിയിട്ട് നേരെ വീട്ടിൽ പോവാണ്.